പുറത്തു വരുന്ന ദ്രാവകത്തിന് അസഹ്യമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് പൊട്ടിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്നും തലയോട്ടി, കുറച്ച് മാംസം, തുടയെല്ല്, കാൽപാദം, ഇടുപ്പെല്ല്, പിന്നെ വാരിയെല്ലിൻ്റെ ഭാഗങ്ങൾ, അതായത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തി. എന്നെങ്കിലും ഒരിക്കൽ ഈ സ്ത്രീ ഇത് തുറന്നു പറയാൻ തയ്യാറാകും എന്നൊരു പ്രതീക്ഷ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. ഈ ശകുന്തള കിടപ്പിലായ രോഗിയാണ്. ശകുന്തളയെ കമത്തി കിടത്തി പുറകുവശത്തെ കൈ കൂട്ടിക്കെട്ടിയിട്ട് വിഷം ഇഞ്ചക്ട് ചെയ്തു. ബോഡി ഇത് ശകുന്തളയുടെ അതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം തൃപ്പൂണിത്തുറയിലെ ഹോട്ടലിൽ ഈ സജിത്തിൻ്റെ ബോഡിയുണ്ട്. ചേട്ടാ, 2016 കുമ്പളം കായലിൽ ഡ്രഡ്ജ് ചെയ്യുകയായിരുന്ന JCB കയ്യിൽ ഒരു വീപ്പയുടക്കി. ആ വീപ്പ JCB ഡ്രൈവർ കോരി കരയ്ക്കിട്ടു. പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അത് കരയിൽ ഉപേക്ഷിച്ചു പോയി. പിന്നീട് ആ വീപ്പയിൽ നിന്ന് കോൺക്രീറ്റാണ്, വീപ്പയ്ക്കുള്ളിൽ കോൺക്രീറ്റാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ്, ചരിഞ്ഞു കിടക്കുന്ന കോൺക്രീറ്റിനുള്ളിൽ നിന്ന് നെയ്യ് പോലുള്ള ഒരു ദ്രാവകം കായലിൽ പരക്കുന്നു. ആ കായലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ ഈ ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസിൽ പരാതിപ്പെടുന്നു. പോലീസുകാരെ വിവരമറിയിക്കുന്നു. അങ്ങനെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ആ വീപ്പ പൊട്ടിച്ചുള്ള പരിശോധനയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു. വളരെ അപൂർവമായ ഒരു മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സംഭവമാണ്. ആ സമയത്ത് ആരും അങ്ങനെ പോലീസ് ആ കേസ് അന്വേഷിച്ചത് വളരെ സാഹസികമായാണ്, അല്ലെങ്കിൽ അതൊരു നിഗൂഢത നിറഞ്ഞ ഒരു ക്രൈമായിരുന്നു. ആ കൊലപാതകത്തിൻ്റെ പിന്നാമ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ഈ കൊച്ചിയിലെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കേസുകളിലൊന്നാണ്. കൊച്ചിയിൽ സംഭവിച്ച വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കേസ് 2016 ഡിസംബറിലാണ്. ആ ഡിസംബർ മാസം പകുതിയോട് കൂടിയാണ് ഈ JCB ഡ്രൈവർക്ക് ഈ കുമ്പളം കായലിൽ നിന്നും ഈ വീപ്പ കിട്ടുന്നത്. കുമ്പളം അരൂർ ഭാഗത്ത് കായലിൻ്റെ തീരം വൃത്തിയാക്കുന്ന JCB ആയിരുന്നു. ഇയാൾ ഇത് കുമ്പളം കായലിലെ സൈഡ് കോരാൻ ശ്രമിക്കുമ്പോഴാണ് ഈ JCBയിൽ ഇത് കയറി ഉടക്കുന്നത്. ഇതിനോടകം ഈ വെള്ളത്തിൽ ഉരുണ്ട് കിടക്കുകയായിരുന്നു. അതായത് അടിയൊഴുക്കുള്ളത് കൊണ്ട് വെള്ളത്തിൽ ഇത് വെള്ളം തുഴയുന്നവർ കുത്തുന്ന കോലിലൊക്കെ പലപ്പോഴും ഇത് ഉടക്കാറുണ്ടായിരുന്നു. അടിയിൽ എന്തോ കിടക്കുന്നതല്ലാതെ ഇതിനകത്ത് കൂടുതലായിട്ടൊരു അന്വേഷണം നടന്നില്ല. അപ്പോൾ ഇയാളിത് ഇത് കോരിയെടുത്തു. ഈ കോരിയെടുത്ത വീപ്പ അയാൾ കരക്കിട്ട് JCBയുടെ കൈ ഉപയോഗിച്ച് ഇത് പൊട്ടിക്കാൻ നോക്കി. JCBയുടെ കൈ ഉപയോഗിച്ച് പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇത് പൊട്ടുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാക്കിയ ഇയാൾ ഈ വീപ്പ കോരി സമീപത്തെ കാട്ടിലോട്ട്, ഒഴിഞ്ഞ ഭാഗത്തോട്ട് ഇട്ടിട്ട് പോയി. ഇയാളുടെ ജോലി നടത്തി മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഇത് 2018 ജൂൺ മാസം ആയതോടുകൂടി, ജൂൺ മാസത്തിലെ ഈ മഴക്കാലം, ആ മഴക്കാലം എത്തിയതോടുകൂടി ഇതിൽ നിന്നും ഈ അസ്വാഭാവികമായിട്ടുള്ള ദ്രാവകം, പത പോലെയുള്ള ദ്രാവകമൊക്കെ ഇതിൽ നിന്നും പുറത്തേക്ക് വരുവാൻ തുടങ്ങി. ഈ വീപ്പയുടെ ഒരു ഭാഗം ഇയാൾ പൊട്ടിച്ചപ്പോൾ ചെറിയൊരു ഈ ഹോള് വീണിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളിലൂടെയാണ് ഈ ദ്രാവകം പുറത്തേക്ക് വരാൻ തോന്നുന്നത്. പുറത്തു വരുന്ന ദ്രാവകത്തിന് അസഹ്യമായിട്ടുള്ള ദുർഗന്ധം ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ, ഈ സമീപത്തുള്ള ഈ പ്രദേശത്തുള്ള, അവിടെ ഈ കൂടുതലും മത്സ്യത്തൊഴിലാളികളൊക്കെയുള്ള ജീവിക്കുന്ന സ്ഥലമാണ്, അവരൊരു തീരുമാനമെടുത്തു. ഈ വീപ്പ എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് കണ്ടെത്താൻ ഇത് പൊട്ടിക്കാൻ ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, അതിന് 1 മാസം മുമ്പ് ചാക്കിൽ കെട്ടിയ ഒരു മൃതശരീരം ഈ കുമ്പളം കായലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ മൃതശരീരമാണ് കിട്ടിയത്. ഈ മൃതശരീരത്തിൻ്റെ പുറകിലേക്ക് 2 കൈയും പുറകിലിരുത്തി കെട്ടിയിരുന്നു. അത് ഒരു എക്സ്പേർട്ട് കെട്ടിയ രീതിയിലാണ് കെട്ടിയിരുന്നത്. ആ കെട്ടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ കെട്ടാൻ അറിയാവുന്നവർ കെട്ടിയ രീതി അതിനുണ്ടായിരുന്നു. അങ്ങനെ മൃതശരീരം കിട്ടിയത് കൊണ്ട് തന്നെ നാട്ടുകാർക്കൊരു സംശയം തോന്നി. നാട്ടുകാർ സൗത്ത് പോലീസിനെ അറിയിച്ചു. അങ്ങനെ സൗത്ത് CI ടോമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, പോലീസ് അവിടെ എത്തി. പോലീസ് എത്തി ഇത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. 3 പേരെ ജോലിക്ക് നിർത്തിക്കൊണ്ട് ഇത് കൂടത്താൽ അടിച്ച് പൊട്ടിച്ചു. ഇത് പൊട്ടിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഏകദേശം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. മേൽഭാഗത്ത് കട്ട കെട്ടി കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ്. ഇഷ്ടിക വെച്ചിട്ട് ചുടുകട്ട വെച്ച് മുകൾഭാഗം കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇത് പൊട്ടിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്നും തലയോട്ടി, കുറച്ച് മാംസം, തുടയെല്ല്, കാൽപാദം, ഇടുപ്പെല്ല്, പിന്നെ വാരിയെല്ലിൻ്റെ ഭാഗങ്ങൾ, അതായത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തി. പിന്നെ ഇതിൽ നിന്ന് ലഭിച്ച ഒന്നാണ് ഒരു നൈറ്റിയുടെ ഭാഗം.
അതായത് സ്ത്രീകൾ ഇടുന്ന ഒരു നൈറ്റിയുടെ ഭാഗം കുറച്ച് ദ്രവിച്ചു തുടങ്ങിയിരുന്ന നീളത്തിലുള്ള ഒരു ഭാഗം ലഭിച്ചിരുന്നു. ഒരു അരഞ്ഞാണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ അസ്ഥിയും കാര്യങ്ങളും ഈ അരഞ്ഞാണവും ഈ പറയുന്ന നൈറ്റിയും ഒക്കെ ഗൗണവും നൈറ്റിയെ പോലെയുള്ള ഭാഗവും ലഭിച്ചപ്പോൾ തന്നെ പോലീസ് ഉറപ്പിച്ചു ഇതൊരു സ്ത്രീയുടെ മൃതശരീരമാണ്. അതിൻ്റെ എല്ലിൻ്റെ ഫോറൻസിക്കിൻ്റെ പരിശോധനയിൽ അതിൻ്റെ എല്ലിൻ്റെ പരിശോധനയും കാര്യങ്ങളുമൊക്കെ അസ്ഥിയുടെ പരിശോധനയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഫോറൻസിക് സർജൻ ഉമേഷ് കെ ഇതൊരു സ്ത്രീയുടേതാണെന്നും ഇത് 50 വയസ്സോളം പ്രായമുള്ള സ്ത്രീയുടേതാണെന്നും അദ്ദേഹം വിലയിരുത്തി. മാത്രമല്ല ഈ അരഞ്ഞാണത്തിൻ്റെ വലിപ്പം വെച്ച് വലിയ വണ്ണമില്ലാത്ത ഒരു സ്ത്രീയാണ്, മെലിഞ്ഞൊരു സ്ത്രീയാണ് ഇതിൻ്റെ മൃതശരീരമാണ് കിട്ടിയതെന്ന് ഉമേഷ് കെ വിലയിരുത്തി. പക്ഷേ ഇത് ആരാണെന്ന് കണ്ടെത്താൻ യാതൊരു നിർവാഹവുമില്ല. കുമ്പളം അരൂർ മേഖലയിൽ നിന്ന് മാൻ മിസ്സിംഗ് കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പ്രത്യേകിച്ച് കൊച്ചി സിറ്റി പോലീസ് വ്യാപകമായി നടത്തിയ അന്വേഷണത്തിൽ കൊച്ചി സിറ്റിയിൽ നിന്നും പിന്നെ കാണാതായിട്ടുള്ള സ്ത്രീകളിൽ ആരും ഈ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നിലവിൽ ഇല്ല. മൃതശരീരത്തിൻ്റെ പ്രായം വെച്ച് മൃതശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2016 നവംബർ 8 നിരോധിച്ച 500-ന്റെ 4 താള് ഇതിനകത്തുണ്ടായിരുന്നു. നോട്ടുകൾ 4 നോട്ടുകൾ ഉണ്ടായിരുന്നു. നിരോധിക്കപ്പെട്ട നോട്ടാണ്. നിരോധിക്കപ്പെട്ട നോട്ടായതുകൊണ്ട് തന്നെ ഡിമോണിറ്റൈസേഷന് മുൻപ് നടന്ന ഒരു കൊലപാതകമാണെന്ന് പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിലെത്തി. അതിനുശേഷം ഇതിൻ്റെ DNA പരിശോധനയും രാസപരിശോധനയും ഒക്കെ നടത്തിയതിൻ്റെ റിസൾട്ട് സൂക്ഷിച്ചു. ഇങ്ങനെ രാസപരിശോധന നടക്കുന്നതിനിടയിലാണ് ഫോറൻസിക് സർജൻ ഉമേഷ് കെക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിൻ്റെ കണങ്കാലിൽ സ്ക്രൂ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അതെ, മാളിയോക്കൽ സ്ക്രൂ വെച്ചിട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഇത് കണ്ടെത്തുന്നു. അങ്ങനെ രാസപരിശോധന ഇത് നടത്തി വളരെ സൂക്ഷ്മം പരിശോധിച്ചിരിക്കുകയാണ് ഡോക്ടർ ഉമേഷ് കെക്ക് ഒരു മാളിയോളർ സ്ക്രൂ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. കണങ്കാല് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കണങ്കാല് കണക്ട് ചെയ്തിരിക്കുന്നതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. പൊട്ടിയ കണങ്കാല് യോജിച്ചിട്ടില്ല. അപ്പം അതായത് അടുത്ത കാലത്താണ് ഈ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നത്. അതെ, ഈ സർജറി നടത്തിയിരിക്കുന്നതെന്ന് ഫോറൻസിക് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഈ സ്ക്രൂവിലൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ക്രൂവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്ന പിറ്റ്കാർ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിറ്റ്കാർ ഇതിൽ 2 സൈഡുകളിലായി 7 അക്കമായിട്ടുള്ള 2 നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാച്ച് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി. ഇത് പൂനെ ആസ്ഥാനമായിട്ടുള്ള ഈ സർജിക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനി ആണ് ഈ പിറ്റ്കാർ എന്ന് കണ്ടെത്തി. അപ്പോൾ പിറ്റ്കാറിൻ്റെ ഈ ബാച്ച് നമ്പർ വെച്ച് ഇവർ പൂനെയിൽ നിന്നുള്ള വിവരങ്ങൾ തേടിയപ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഈ ബാച്ചിൽ നിർമ്മിച്ചിരിക്കുന്നത് 360 സ്ക്രൂകളാണ്. അതിൽ 12 എണ്ണം കേരളത്തിൽ വന്നിട്ടുണ്ട്. 5 എണ്ണം തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയാണ് വാങ്ങിയിരിക്കുന്നത് എന്നും കണ്ടെത്തി. തുടർന്ന് തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ നിന്നും 6 എണ്ണം തൃപ്പൂണിത്തുറ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഈ സ്ക്രൂ കണക്ട് ചെയ്തിരിക്കുന്നത് 6 പേർക്കാണ്. ഈ ബാച്ച് നമ്പറുള്ള സ്ക്രൂ കണക്ട് ചെയ്തിരിക്കുന്ന 6 പേർക്കാണ്. 5 പേരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അവർ തുടർ പരിശോധനയ്ക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒരാൾ മാത്രം എത്തുന്നില്ല. ഒരാൾ മാത്രം എത്താത്തത് എന്താണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഉദയംപേരൂർ സ്വദേശിനിയായിട്ടുള്ള ശകുന്തളയിലേക്ക് എത്തുന്നത്. ശകുന്തള എന്ന് പറയുന്നത് നേരത്തെ തന്നെ വിവാഹ ബന്ധം വേർപെടുത്തിയ ഒരു സ്ത്രീയാണ്. മധ്യവയസ്കയാണ്. ഇവർക്ക് അടുത്ത കാലത്തായി ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വാഹനാപകടം ഇവർക്ക് സംഭവിച്ചു. ഈ വാഹനാപകടം സംഭവിച്ച ഇത് 2016 സെപ്റ്റംബർ മാസത്തിലാണ് ഇവർക്ക് ഈ വാഹനാപകടം സംഭവിക്കുന്നത്. വാഹനാപകടത്തിൽ സംഭവിക്കുമ്പോൾ മകനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. 2 പേരാണ് ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വാഹനാപകടം സംഭവിച്ച ശേഷം വാഹനാപകടത്തിന് ശേഷം ഡിപ്രഷനിലായ മകൻ പിന്നീട് ആത്മഹത്യ ചെയ്തു. പിന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മകൾ, ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്രൈം കേസിലെ കൊലപാതക കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിന് പരോൾ ലഭിച്ചതിന് ശേഷം ഈ സ്ത്രീയുമായി നിരന്തരം പ്രശ്നമുണ്ടാക്കുകയും ഈ സ്ത്രീ ഈ വിവാഹം വേർപെടുത്തി ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയുമായിരുന്നു. ഈ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന സ്ഥലത്ത് മകളും മകനും ഉണ്ടായിരുന്നു. ഈ മകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് അടുത്തുള്ള യുവാവുമായി പ്രണയത്തിലാവുകയും അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ മകൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്കൊപ്പം സഞ്ചരിക്കവേ വാഹനാപകടം സംഭവിക്കുകയും വാഹനാപകടത്തിൽ പരിക്കേറ്റ മകൻ പിന്നീട് ഡിപ്രഷനിലായി അയാൾ ആത്മഹത്യയും ചെയ്തു. പിന്നീട് ഈ സ്ത്രീ ഒറ്റയ്ക്കാവുകയും ചെയ്യുകയുണ്ടായി. ഇതിനിടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ കാണാതായി. മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കാണാതായി. ഭർത്താവ് ഉദയംപേരൂർ പോലീസിന് ഒരു പരാതി നൽകി, എൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്.
7 മാസത്തോളത്തിന് ശേഷം ഇവരെ ഡൽഹിയിൽ നിന്ന് കണ്ടെത്തി. ദില്ലിയിൽ നിന്ന് കണ്ടെത്തിയതോടുകൂടി ഈ പറയുന്ന ഭർത്താവ്, ഈ മകൾ അശ്വതി എന്നാണ് അവളുടെ പേര്, അവളെ ഉപേക്ഷിച്ച് കളഞ്ഞു. അങ്ങനെ മകളും ഇവർക്കൊപ്പം താമസമായി. ഇങ്ങനെ പോകവെയാണ് SPCAയിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് സജിത്ത് എന്നാണ്. ഈ സജിത്ത് വന്ന് ഇവിടേക്ക് കൂടി. ഈ ആദ്യ ബന്ധത്തിൽ ഇവർക്ക് 2 മക്കളുണ്ട്. ഈ അശ്വതിക്ക് 2 മക്കളുണ്ട്. ഈ 2 മക്കൾക്കും ഈ പറയുന്ന ശകുന്തളയ്ക്കും പിന്നെ അശ്വതിക്കുമൊപ്പം ഈ സജിത്ത് വന്ന് കൂടെ അവിടെ ഒപ്പം കൂടി. അങ്ങനെ ഒപ്പം കൂടവേ ഈ ശകുന്തള അറിയുന്നു ഈ സജിത്തിന് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന്. ശകുന്തള പിന്നെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സമയമാണ്. ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് ഇവരറിയുന്നത് ഇയാൾക്ക് സജിത്തിന് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന്. സജിത്തിൻ്റെ ഭാര്യയെ ഈ ബന്ധം, അതായത് അശ്വതിയുമായിട്ടുള്ള ബന്ധം താൻ അറിയിക്കുമെന്ന് ശകുന്തള പറഞ്ഞു. സജിത്തിന് ഇതോടുകൂടി ഈ സ്ത്രീയോട് പകയായി. മാത്രമല്ല സജിത്തിനും ഈ മകൾ അശ്വതിക്കും കുട്ടികൾക്കും സുഭിക്ഷമായി ജീവിക്കാമെങ്കിലും ഇവരുടെ ചികിത്സ താങ്ങാൻ പറ്റുന്നില്ല. ഈ ശകുന്തളയ്ക്ക് ചിക്കൻ ബോക്സ് കൂടെ ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെയായപ്പോൾ ഇവർക്കത് ശകുന്തള ഒരു ഭാരമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. തുടർന്ന് ഈ സജിത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സജിത്ത് തൊട്ടടുത്ത വീട്ടുകാരോടൊക്കെ, തൊട്ടടുത്ത് താമസിക്കുന്നവരോടൊക്കെ പറഞ്ഞു ശകുന്തളയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് മാറ്റുകയാണ്, അവർക്ക് ചികിത്സയ്ക്ക് സൗകര്യം അവിടെയാണ്, അതുകൊണ്ട് അവിടേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അശ്വതിയും ശകുന്തളയുമായിട്ട് ഈ സമയത്ത് വലിയ ഏറ്റുമുട്ടലാണ്. ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇതിനുശേഷം ഈ അശ്വതിയെയും കുട്ടികളെയും സജിത്ത് ഒരു റൂമിലേക്ക് മാറ്റി. കൊച്ചിയിലെ ഒരു ഹോട്ടൽ റൂം എടുത്ത് അവിടേക്ക് മാറ്റി. തുടർന്ന് ഇയാൾ ഒരു സുഹൃത്ത് ഓട്ടോ ഡ്രൈവറെ വിളിച്ച് വരുത്തി. അയാളുടെ പക്കൽ നിന്ന് ഒരു പെട്ടി ഓട്ടോയാണ്, അതിൽ തൻ്റെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് 200 ലിറ്ററോളം വരുന്ന ഈ നീല വീപ്പ വാങ്ങിയെടുത്ത ശേഷമാണ് സജിത്ത് ഈ സ്ത്രീയെ കമത്തി കിടത്തി, ഈ ശകുന്തള കിടപ്പിലായ രോഗിയാണ്, ശകുന്തളയെ കമത്തി കിടത്തി പുറകുവശത്തെ കൈ കൂട്ടിക്കെട്ടിയിട്ട് വിഷം ഇഞ്ചക്ട് ചെയ്തു. ഇയാൾ ഈ മൃഗപീഡന നിരോധന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ഇയാൾക്ക് ഇത്തരം സാധനങ്ങൾ കിട്ടും. ഈ വിഷം കുത്തിവെച്ച ശേഷം ഇവരെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവരെ എടുത്ത് അടിയിലും കോൺക്രീറ്റ് ഇട്ട്, ഇവരെ ബോഡി എടുത്തിട്ടിട്ട് മേളിലും കോൺക്രീറ്റ് ഇട്ട് വീടിനുള്ളിൽ തന്നെ ദിവസങ്ങളോളം സൂക്ഷിച്ചു. ഇതിന് ശേഷം ഇയാളുമായി പരിചയമുള്ള 5 ഇയാളുമായിട്ടുള്ള പരിചയമുള്ള സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി, താനിത് കുറച്ച് പരീക്ഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി ഞാൻ കുറച്ച് എല്ലുകൾ ഒപ്പിച്ചിരുന്നു. ആ എല്ലുകൾ വെച്ച് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ഇനി അത് കൊണ്ടുപോയി കളയാനേ സാധിക്കുകയുള്ളൂ, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സുഹൃത്തുക്കൾ 5 പേരും കൂടി ചേർന്ന് ഇത് സഹായിക്കാൻ വേണ്ടി ഒപ്പം കൂടി. അങ്ങനെയാണ് ഈ ബോഡി കുമ്പളം കായലിലെത്തുന്നത്. കുമ്പളം കായൽ ഈ 5 പേരും ചേർന്നാണ് കായലിൽ കൊണ്ടുപോയി ഇട്ട് കളഞ്ഞത്. അങ്ങനെ കായലിൽ ഇത് ദിവസങ്ങളോളം കിടന്നപ്പോഴാണ് ഈ JCB ഡ്രൈവർ ഇത് മാന്തിയെടുത്തത്. JCB ഡ്രൈവർ മാന്തിയെടുക്കുകയും പിന്നെ അത് 2 കൊല്ലത്തോളം പിന്നെ അത് കരയിൽ കിടന്നു. ഈ ബോഡി ഇത് ശകുന്തളയുടെ അതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം തൃപ്പൂണിത്തുറയിലെ ഹോട്ടലിൽ ഈ സജിത്തിൻ്റെ ബോഡിയുണ്ട്. സജിത്ത് ആത്മഹത്യ ചെയ്തു. അയാളുടെ ആത്മഹത്യക്ക് സയനൈഡ് ഉപയോഗിച്ചാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ഇയാൾക്കും പോലീസിൻ്റെ സംശയം അശ്വതി ഈ 2 പേരും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. അമ്മയെ കൊല്ലാൻ അശ്വതി കൂട്ട് നിന്നിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല അശ്വതിക്ക് കുറച്ച് ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. പോലീസിൻ്റെ നിഗമനം ഏകദേശം ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നുണ പരിശോധനയ്ക്കുള്ള നോട്ടീസ് കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ച് പോലീസ് ഈ അശ്വതിക്ക് കൊടുത്തപ്പോൾ അശ്വതി അതിനെ എതിർത്തു. നുണ പരിശോധനയ്ക്ക് അവർ തയ്യാറായില്ല. അങ്ങനെ അശ്വതിക്ക് പക്ഷേ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു, പോലീസിന് കണ്ടെത്താനും സാധിച്ചില്ല. 7 മാസത്തോളം അശ്വതിയുടെ നുണപരിശോധന നടത്താൻ പോലീസ് ശ്രമം നടത്തി. പക്ഷേ അത് വിജയിക്കാതായതോടുകൂടി ഈ കേസ്, അതായത് പ്രതിയെ കിട്ടാത്ത കേസ്, പ്രതിയായിരുന്ന യഥാർത്ഥ പ്രതി സജിത്ത് മരണപ്പെട്ടു, കേസ് ക്ലോസ് ചെയ്തതുകൊണ്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ഇത് സംബന്ധിച്ച്, അതായത് കുമ്പളം കായലിലെ വീപ്പ കൊലപാതകത്തിലെ പ്രതി മരണപ്പെട്ടതായും ഇര ശകുന്തള മരണപ്പെട്ടു, കൊല്ലപ്പെട്ടത് ശകുന്തളയാണ്, കൊന്നത് സജിത്ത് എന്ന് പറയുന്ന ഇവരുടെ മകൾക്കൊപ്പം വന്നു കയറി താമസിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, അയാളും മരണപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് കേസ് ക്ലോസ് ചെയ്യുന്ന റിപ്പോർട്ട് എറണാകുളം കോടതിയിൽ ഇത് സംബന്ധിച്ച് സമർപ്പിച്ചു. അശ്വതി ഇന്നും പോലീസിൻ്റെ സംശയത്തിൻ്റെ നിഴലിലാണ്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്നെങ്കിലും ഒരിക്കൽ ഈ സ്ത്രീ ഇത് തുറന്നു പറയാൻ തയ്യാറാകും എന്നൊരു പ്രതീക്ഷ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. ഇതാണ്
വീപ്പ കൊലപാതകം എന്ന് പറയുന്ന സാധനം. ഇത് പിന്നീട് സിനിമകളിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഇത് വന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിലൊക്കെ അതെ, അതിലൊക്കെ ഈ രംഗം കോപ്പി ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സിനിമകളിലൊക്കെ ഈ രംഗങ്ങൾ കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചിയിൽ നടന്നിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള നടന്ന കൊലപാതകങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കൊലപാതകത്തിൽ ഒന്നാണ് ഇത്.